Welcome back to our Python function series. Today we are looking at default parameters. ഫംഗ്ഷനിൽ പാരാമീറ്റേഴ്സിന് ഡിഫോൾട്ട് വാല്യൂ അസൈൻ ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ ഡിഫോൾട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. വിച്ച് ഇൻ ടേൺ മേക്ക് യുവർ ഫംഗ്ഷൻസ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഈസിയർ ടു യൂസ്. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിൽ പാരാമീറ്റേഴ്സിന് പ്രീ ഡിഫൈൻഡ് ആയിട്ട് വാല്യൂ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ആ പാരാമീറ്റേഴ്സിലേക്ക് നമ്മൾ വേറെ വാല്യൂസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എങ്കിൽ പൈത്തണിൽ ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് വാല്യൂ അത് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിഫോൾട്ട് വാല്യൂവിനെ അത് ഓവർറൈഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഞാൻ ഗ്രീറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. def ഗ്രീറ്റ്. അതിലേക്ക് ഞാൻ രണ്ട് പാരാമീറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാണ്. ഒന്ന് നെയിം, പിന്നെ ഒന്ന് ഗ്രീറ്റിംഗ്. അപ്പോൾ ഗ്രീറ്റിംഗിലേക്ക് ഞാൻ ഡിഫോൾട്ട് ആയിട്ട് ഒരു വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഗ്രീറ്റിംഗ് ആയിട്ട് കൊടുക്കുന്നത് ഹലോ എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഹലോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് കോളൻ കൊടുത്തിട്ട് ഞാനിത് പ്രിന്റ് ചെയ്യിപ്പിക്കാനായിട്ട് പോവാണ്. പ്രിന്റ് ഫംഗ്ഷൻ കൊടുത്തിട്ട് അതിലേക്ക് സബ്സ്ട്രിങ് കൊടുത്തു. ദെൻ നെക്സ്റ്റ് ആദ്യം നമുക്ക് ഗ്രീറ്റിംഗ് ആണ് വരേണ്ടത്. അപ്പം ഞാൻ ആ ഗ്രീറ്റിംഗ് എന്ന് പറയുന്ന പാരാമീറ്റർ കൊടുത്തു. ദെൻ നെക്സ്റ്റ് വന്നിട്ട് എനിക്കതിൽ നെയിമാണ് വരേണ്ടത്. അപ്പം ഞാൻ ആ നെയിമും കൂടി കൊടുത്തു. ഓക്കെ, അപ്പം ഇനി ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ കോൾ ഇറ്റ് ലൈക്ക് ദിസ്. എൻ്റർ കൊടുക്കുക. അതിൽ ഞാൻ ഗ്രീറ്റ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നെയിം മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ആലീസ് മാത്രം കൊടുക്കുന്ന സമയത്ത് ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹലോ ആലീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാനിത് ഗ്രീറ്റ് ഫംഗ്ഷൻ ഒന്നും കൂടി കോൾ ചെയ്യാണ്. ഗ്രീറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആലീസ് എന്ന് പറയുന്ന പേര് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ ഹായ് എന്ന് പറയുന്ന രണ്ടാമത്തെ പാരാമീറ്ററിലേക്ക് ഒരു വാല്യൂ കൂടി അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഹലോന് പകരം ഹായ് വന്നു. അപ്പം നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് ഗ്രീറ്റിംഗിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്ത ഹലോ എന്ന് പറയുന്ന ആ ഒരു വാല്യൂവിനെ ഓവർറൈഡ് ചെയ്തിട്ട് ഹായ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് പാരാമീറ്ററിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ ഓവർറൈഡ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇതാണ് ഡിഫോൾട്ട് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൾട്ടിപ്പിൾ ഡിഫോൾട്ട് പാരാമീറ്റർ വരുന്ന ഒരു ഫംഗ്ഷനെ നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാൽക്കുലേറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. വിത്ത് ഡിഫോൾട്ട് ടാക്സ് 5% ആൻഡ് ഡിഫോൾട്ട് ഡിസ്കൗണ്ട് 0%. ഓക്കെ, അപ്പോൾ ഇതിൽ df കാൽക്കുലേറ്റ് സ്കോർ പ്രൈസ്, പ്രൈസ് കൊടുക്കണം. ടാക്സ് റേറ്റ് ഞാൻ കൊടുക്കാനായിട്ട് ഡിഫോൾട്ടായിട്ട് കൊടുക്കാൻ പോകുന്നത് 0.05% ആണ്. ആൻഡ് ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കാനായിട്ട് പോകുന്നത് 0 ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിലേക്ക് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ക്രിയേറ്റ് ചെയ്യുവാണ്. ആൻഡ് അതിലേക്ക് ഞാൻ എൻ്റെ പ്രൈസ് അതിലേക്ക് 1+ ടാക്സ് ആഡ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് 1- ഡിസ്കൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടോട്ടൽ പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് ഫൈനൽ പ്രൈസ് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. പ്രിന്റ് ഫംഗ്ഷൻ ദെൻ സ്ട്രിംഗ് യൂസ് ചെയ്തു. ദെൻ അതിൽ ഫൈനൽ പ്രൈസ് എന്ന് പറയുന്ന കൊടുത്തിട്ട് അതിലേക്ക് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്ന പാരാമീറ്റർ ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു. ഇത്രയാണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. ഇനി ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പ്രൈസിന്റെ മാത്രം വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ഐ വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് ഫോളോസ്. അതിൽ പ്രൈസിലായിട്ട് ഞാനൊരു 100 കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പ്രൈസ് വരുന്നത് 105.0 ആണ് ഫൈനൽ പ്രൈസ് ആയിട്ട് വരുന്നത്. സോ അത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ഇഫ് യു വാണ്ട് ടു സ്പെസിഫൈ ഡിഫറെൻറ്റ് ടാക്സ് റേറ്റ് ആൻഡ് ഡിസ്കൗണ്ട് വി ക്യാൻ കോൾ ദ ഫംഗ്ഷൻ ആസ് ഫോളോസ് ആൻഡ് ഇറ്റ് വിൽ ഓവർറൈഡ് ദ ഡിഫോൾട്ട് വാല്യൂസ്. ഞാനിതിൽ കാൽക്കുലേറ്റ് പ്രൈസിൽ 100 കൊടുത്തു. ഞാനിതിൽ ടാക്സ് എന്ന് പറയുന്നത് 0.08 കൊടുക്കുകയാണ്.
ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 0.1 അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ് 97.2. അത് ഈ ഒരു കാൽക്കുലേഷൻ നടന്നതിന് ശേഷമാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ നമ്മൾ ഡിഫോൾട്ടായിട്ട് കൊടുത്ത ടാക്സ് റേറ്റും ഡിസ്കൗണ്ടും ഓവർറൈഡ് ചെയ്ത് നമ്മുടെ പുതിയ വാല്യൂസ് കയറിയതിന് ശേഷമാണ് ഈ ഒരു ഫൈനൽ പ്രൈസ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്ത് തരുന്നത്. Next, we are going to check out a couple of important rules we have to follow while we work with default parameters. First വന്നിട്ട് default parameters must come after non-default parameter. നമ്മൾ ഒരിക്കലും ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് ആദ്യം കൊണ്ടുപോയി ഇടാനായിട്ട് പാടില്ല. ഇറ്റ് വിൽ ഓൾവേസ് കം ആഫ്റ്റർ non-default parameter. Second വന്നിട്ട് avoid using multiple objects like list or dictionaries as default values. ലിസ്റ്റും ഡിക്ഷണറീസും ഒക്കെ ഡിഫോൾട്ട് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കരുത്. ആൻഡ് ദാറ്റ്സ് എ ക്വിക്ക് ഓവർവ്യൂ ഓഫ് ഡിഫോൾട്ട് പാരാമീറ്റർ. ഇഫ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് the bell icon to stay updated with our Python function series. See you in the next one.